ഒരു സബ്ജക്റ്റിൻ്റെ ഫെയിൽഡ് വന്നതിന് സ്ഥാനത്തിലാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. പിന്നെ അവളുടെ കാര്യം അവൾ പറയും. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് 38 വർഷമായിട്ടും വഴിയൊന്നും കിട്ടില്ലായിരുന്നു. അയൽവക്കമായിട്ട് സഹകരിച്ചാലേ വഴി കിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞു വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വഴി ആവശ്യമായിരുന്നു. എന്നും വെളുപ്പിനെ എഴുന്നേറ്റ് മാതാവിൻ്റെ ശാസ്ത്രപ്രകാരം ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളെ ഉപ്പോട് കൊണ്ടിട്ട് പ്രാർത്ഥിക്കുകയും വെളുപ്പിനെ എഴുന്നേറ്റ് കൊന്തെത്തിക്കുകയൊക്കെ ചെയ്ത് ശാസ്ത്രപ്രകാരം ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ചെയ്ത ഫലമായിട്ട് അയൽവക്കമായിട്ട് സംസാരിച്ചും ഞങ്ങളുടെ സ്ഥലം അളന്നും ഒത്തിരി പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ആ സ്ഥലത്തിന് വഴി അനുവദിച്ച് കിട്ടി. എല്ലാവരും കൂടി സഹകരിച്ച് വഴി കിട്ടി. അതിന് മാതാവിന് കോളാനും കൂടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ മകൻ പുറത്ത് പോയി അവൻ പഠിച്ചു കഴിയുമ്പോൾ ജോലി കിട്ടണമെന്ന് ഞങ്ങൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൽ അവൻ ലൈസൻസിന് വേണ്ടി പരീക്ഷ എഴുതാനൊക്കെ ചെയ്യുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയും, അമ്മേ നാളെ എനിക്ക് പരീക്ഷ എന്ന് പറയും. ഞാൻ പ്രാർത്ഥിക്കും. അതിന് ഫലമായിട്ട് ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ അവൻ ലൈസൻസിൽ പാസ്സായി. അവന് ഒരു ജോലിയും കിട്ടി. അവൻ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. മാതാവ് അവന് ഞങ്ങൾ ചോദിക്കാത്ത കാര്യമാണ്, നല്ല ജീവിത പങ്കാളിയെ കൊടുത്തും മാതാവ് അവനെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മകൾ കോളേജിൽ നിന്ന് ചിക്കൻ ബോക്സ് ആയിട്ട് വന്നു. ഞങ്ങളുടെ വീട്ടിൽ ചേട്ടൻ്റെ ഒരു പെങ്ങൾ കല്യാണം കഴിക്കാത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ജോലിയിൽ ലീവ് എടുത്തു. എന്നും ഞാൻ മാതാവിന് പ്രാർത്ഥിക്കും, മാതാവ് ഈ അസുഖം ഇനി ആർക്കും ഞങ്ങളിവിടെ വരരുതെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് വന്ന് മാറി. പിന്നെ ആർക്കും വന്നില്ല. അതായത് മാറിപ്പോയി. അവൾ തിരിച്ച് പെട്ടെന്ന് അവൾക്ക് കോളേജിലേക്ക് പോകാൻ പറ്റി. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയിലായിട്ട് ഞാൻ രോഗികൾക്ക് മരുന്ന് മേടിക്കാൻ കാശ് കൊടുക്കാറുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്, ചോറുമ്പതിയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ പാറപ്പുറത്ത് ഒരു വയസ്സായ മന്ദിരമുണ്ട്. അവിടെ പോവുകയും ഞങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ കൊടുക്കുകയും അവരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് വരാറുണ്ട്. പിന്നെ ഞാൻ പേപ്പർ ഒന്നും കൊണ്ടായാലും ബസ് സ്റ്റാൻഡുകളിൽ പിന്നെ എൻ്റെ ജോലി സ്ഥലത്ത് അവിടെ എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. ഞങ്ങൾ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും വെളുപ്പിനെ എഴുന്നേറ്റ് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുകയും ഞാൻ ചേട്ടനൊക്കെ ഒരുമിച്ച് ഞങ്ങൾ ചെന്ന് മാതാവിനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാതാവിനെ ഞാൻ കോളാനും കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമൊക്കെ ജസ്റ്റ് സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നല്ലാതെ കൂടുതലൊന്നും കൊന്തന്ന് എത്തിക്കാറുണ്ടായില്ല. ഇപ്പോൾ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് കൊന്തെത്തിക്കും. കിട്ടുന്ന സമയങ്ങളിലൊക്കെ ജോലിക്ക് നടന്നു പോകുമ്പോൾ കൊന്തെത്തിച്ചൊക്കെ പോകാറുണ്ട്. പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. എല്ലാ വർഷവും ഉടമ്പടി എടുത്തപ്പം ജമാറാലിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഒരുമിച്ച് വരികയും ഞാൻ ഉടമ്പടി എടുത്തപ്പം ഒത്തിരി ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവരും കൂടുതലും മാതാവിനെ എടുക്കുകയും മാതാവിനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് കോളാനും കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഇനി അവളുടെ കാര്യം അവൾ പറയും. എൻ്റെ പേര് അഖില. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞിപ്പോൾ റീസെൻ്റായിട്ട് പാസ് ഔട്ടായ ബാച്ചാണ്. എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉടമ്പടി എടുക്കാനായിട്ടല്ല ഞങ്ങളിവിടെ വന്നത്. ഞാനും അമ്മച്ചിയും അപ്പച്ചനും കൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ജസ്റ്റ് പ്രാർത്ഥിച്ച് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉടമ്പടി എടുക്കാം. അങ്ങനെ അമ്മ ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗമാണ് ആദ്യം തന്നെ വെച്ചത് അമ്മ. എന്നിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോയി അമ്മ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേനും പിന്നെ കാശുപോ എൻ്റെ കയ്യിൽ തന്നു വിടുമായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായി. സെക്കൻഡ് ഇയർ വന്നപ്പോൾ സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ സമയം ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് പ്രതീക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. പിന്നെ അമ്മ എനിക്ക് പത്രം ഹോസ്റ്റലിൽ പോകുമ്പോൾ തന്നു വിടുമായിരുന്നു. ഞാനത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങളെന്ന് പറഞ്ഞാൽ രാത്രി എക്സാമിൻ്റെ തലേദിവസം രാത്രി ഉറങ്ങാതിരുന്ന പഠിക്കുന്ന ഒരു ടൈപ്പാണ്. ഒരു 1 അവറൊക്കെ ഉറങ്ങും. അപ്പോൾ രാവിലെ പിറ്റേ ദിവസം എക്സാമിന് പോകുമ്പോൾ അതിൻ്റേതായ ക്ഷീണവും ഞങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് സെക്കൻഡ് ഇയർ MSൻ്റെ എക്സാമിൻ്റെ സമയത്ത് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തലേ ദിവസം ഉറങ്ങാത്ത ക്ഷീണത്തിൽ അറിയാതെ എൻ്റെ കണ്ണടഞ്ഞു പോവുകയാണ് ചെയ്ത്. പിന്നെ പെട്ടെന്ന് ഞാൻ എന്തോ കണ്ട് ഞെട്ടി, എൻ്റെ ആൻസർ ഷീറ്റിൽ എന്തോ കണ്ട് ഞാൻ ഞെട്ടി കണ്ണോർക്കുകയാണ് ചെയ്ത്. അപ്പോൾ ഞാനവിടെ കണ്ടത് ഇവിടെ ക്രൂശ് രൂപത്തിൻ്റെ ബാക്കിലുള്ള തീനാളം പോലത്തെ അതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് അപ്പം തന്നെ അമ്മേനെ വിളിച്ച് ചോദിച്ചു, അമ്മ എന്നെ എടുക്കുവാന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഉടമ്പടി ധ്യാനം കാണുവാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ലാസ്റ്റ് ഷോർട്ട് ആൻസറാണ്. അപ്പോൾ ഈ ഷോർട്ട് ആൻസർ സമയത്ത് ഞാൻ എന്നും എക്സാമിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് എങ്ങനെയും എക്സാം എഴുതി തീർക്കും. എഴുതി തീർന്നില്ലെങ്കിൽ പോരെ എനിക്ക് എങ്ങനെയും ആ കാശ് രൂപം എൻ്റെ എല്ലാ ആൻസർ ഷീറ്റിലും വെക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതി ആ ഷോർട്ട് ആൻസർ എങ്ങനെയും കംപ്ലീറ്റ് ആക്കുമായിരുന്നു. എന്നിട്ട് 10 മിനിറ്റ് മുമ്പ് മാതാവിൻ്റെ കാശ് രൂപം ഞാൻ എഴുതിയ ഓരോ ആൻസർ ഷീറ്റിലും ഇങ്ങനെ വെച്ച് പോവും. മാതാവിൻ്റെ ആ എക്സാമിൻ്റെ ഒരു ടോട്ടൽ മാർക്ക് ചെയ്യുന്ന അവിടെ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, വിശ്വാസ പ്രമാണം ചൊല്ലും. എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഒരു ½ ആൻ അവർ ഉണ്ട്. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും.
അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി, തേർഡ് ഇയറും അങ്ങനെ പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോടെ. ഫോർത്ത് ഇയർ വന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് വലിയൊരു ആഗ്രഹം ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്ന്. ഇനി എൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസം ഇപ്പം 4 വർഷം പഠിച്ച് ഇതുപോലൊരു വിദ്യാഭ്യാസ കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് നല്ല മാർക്കോടെ എൻ്റെ ഫോർത്ത് ഇയർ പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ എനിക്കൊരു കാശുപം തന്നതിൻ്റെ ഞാനൊരു ഡബ്ബയിൽ മാതാവിൻ്റെ കാശുപം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണമെന്നൊരു ചെറിയ പേപ്പറിൽ ഞാൻ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അന്ന് അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനൊപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയായിരുന്നു, മാതാവേ ഞാൻ SLC +2 ഫുൾ A+ വാങ്ങിച്ച് സന്തോഷിപ്പിക്കാൻ എൻ്റെ അപ്പനമ്മയ്ക്ക് സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം എൻ്റെ വിദ്യാഭ്യാസ ജീവിതം ഇതോടെ തീരാണ്. അപ്പോൾ എനിക്ക് അവരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് ജീവിതത്തിൽ അമ്മ മാതാവ് എന്തെങ്കിലും തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ റിസൾട്ട് വന്നു, എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്താണ് എഴുതി വെച്ചാൽ ആ റിസൾട്ട് തന്നെ അമ്മ എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് ഇട്ടു. റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഫോർത്ത് ഇയറിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ 10ാമത്തെ റാങ്ക് തന്ന് അമ്മ അനുഗ്രഹിച്ചു. ഒരിക്കലും എനിക്കത് കിട്ടാവുന്നതല്ല, എനിക്കതിനുള്ള കഴിവുമില്ല എന്ന് ഞാൻ മാതാവിൻ്റെ കൈ പിടിച്ചു. അന്ന് മുതൽ അമ്മ എന്നെ ഒരിക്കലും എങ്ങും താഴ്ത്തിയിട്ടില്ല. ഈ നിമിഷം എൻ്റെ ക്ലാസ്സിൽ ഇതിനും നന്നായി പഠിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. എനിക്ക് റാങ്ക് കിട്ടാനുള്ള അർഹത പോലും ഇല്ല. അമ്മ മാതാവ് ഈ റാങ്ക് തന്നെ എന്നെ അനുഗ്രഹിച്ചു. എനിക്കാണെങ്കിലും ഒത്തിരി ആത്മീയമായിട്ട് എന്നെ ഒത്തിരി വളർന്നിട്ടുണ്ട്. എന്നോട് പലപ്പോഴും പിള്ളേർ ഈ സപ്ലി എക്സാമിനൊക്കെ പോകുമ്പോൾ പിള്ളേരെന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. അത് എപ്പോഴും നോർമലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ എന്നോട്ട് ആ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പിള്ളേരൊന്ന് കെട്ടിപ്പിടിച്ച് എന്നോടൊന്ന് പറയാറുണ്ട്, പ്രാർത്ഥിക്കണോട്ടൊന്ന് പറയാറുണ്ട്. എക്സാം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് എന്നോട് കരഞ്ഞ് എന്നെ ഉമ്മ വെച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചതിന് നന്ദി. അതൊക്കെ എനിക്ക് എന്നും ഞാൻ അമ്മയുടെ കൈ പിടിച്ചു അന്നോട്ട് കിട്ടിയ അനുഭവങ്ങളാണ്. പിന്നെ ഞങ്ങൾ എന്നും എക്സാമിന് പോകുമ്പോൾ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ എക്സാം നടന്ന സെൻറ്ററിൻ്റെ സൈഡിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഇനിയൊരു എക്സാം എഴുതാൻ ഞങ്ങൾ ഇടവരുത്തല്ലേന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറ് പത്രം കൊടുക്കും. പിന്നെ എൻ്റെ മുമ്പിൽ പണ്ടൊക്കെ എനിക്ക് മാതാവിനെ പറ്റി പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടും നാണക്കേടുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ആരെങ്കിലും എൻ്റെ മുമ്പിൽ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴും അമ്മ മാതാവിൻ്റെ കാശുപം തന്നു വിടുമായിരുന്നു. അതിലൊരു കാശുപം ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട്, അതെനിക്ക് മതി. പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി പേര് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും ഹോസ്റ്റലിലായാലും വെളുപ്പിന് 5:30 എണീക്കും. ഞങ്ങൾ ഒരാൾ എണീക്കുമ്പോൾ മറ്റൊരാളെ വിളിക്കും. ഇപ്പം ചാപ്പലിപ്പം ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ വേറെ ഒരാളും അങ്ങനെ വന്ന് എന്നെ വിളിച്ച് എണീപ്പിക്കും. അങ്ങനെ എന്നും ഒരിക്കൽ പോലും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എന്ന് ഞങ്ങൾ മുടങ്ങാതെ ചെല്ലും. എക്സാമുള്ള ദിവസങ്ങളായാലും എല്ലാവരും ഒന്ന് പഠിക്കുമ്പോൾ ഞാൻ 5 മണിയാകുമ്പോൾ എത്ര പഠിച്ച് കഴിഞ്ഞില്ലെങ്കിലും റിവിഷൻ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിലും ഞാൻ 5 മണിയാകുമ്പോൾ ചാപ്പലിൽ പോവും. ചാപ്പലിൽ പോയിട്ട് എന്നും മുട്ടുകുത്തി ഇന്നും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും ചെല്ലാതെ ഞാൻ എക്സാമിന് ഇതുവരെ പോയിട്ടില്ല. അത് എത്ര പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ അത് ചെയ്തിരിക്കും. പിന്നെ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ആയാലും ഞാൻ കൈ വിരിച്ച് പിടിച്ച് 7 പ്രാവശ്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അപ്പം ഞാൻ ഡിസ്റ്റിങ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ നേർന്നിരുന്നു മാതാവിൻ്റെ അൾത്താരയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നു. അപ്പം കഴിഞ്ഞ മാസം ഫെബ്രുവരി 10-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ ഞങ്ങൾ വചനം എഴുതാറുണ്ട്. അച്ഛൻ ഇങ്ങനെ ഉടമ്പടി ക്ലാസ്സിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും എളുപ്പ വഴി ഈശോയെന്ന് മാതാവിന് അനുഗ്രഹം കിട്ടാൻ ഇങ്ങനൊരു വചനം അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. കൃപാസനമ്മേ പ്രസാദോര മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയേക്ക് യേശുനാമത്തിൽ എന്നെ ഉയർത്തണമേ എന്ന വചനം ഞാൻ എന്നും എക്സാമിന് മുമ്പ് എനിക്കൊരു ബുക്ക് ഉണ്ടായി. ആ ബുക്കിൽ ഫുള്ള് ഞാൻ ആ മാതാവിൻ്റെ വചനം എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം സാക്ഷ്യം പറയുന്ന പോലെ ആലോചിച്ചായിരുന്നു പ്രാർത്ഥിക്കാറ്. എനിക്കിപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം, ഉടമ്പടി എടുക്കണം. ഇനി മറ്റുള്ളവരിലും ഇപ്പോൾ ആര് വിഷമിച്ചിരുന്നാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മാതാവിൻ്റെ അടുത്ത് വരിക. അതെനിക്കൊരു നാണക്കേടും തോന്നിയിട്ടില്ല. ഇന്ന് ഞാൻ ഏതൊരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ പോലും മാതാവ് എനിക്കത് സാധിച്ചു തരും. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഒത്തിരി സങ്കടത്തോടെ കരഞ്ഞ ഏറ്റവും എൻ്റെ വിഷമാവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് അതിൽ പിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. ഇവിടെ ഞാൻ വന്ന് കരഞ്ഞിരുന്നിട്ടില്ല. എന്നും ഞാൻ മാതാവിൻ്റെ അടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്നും മാതാവിനോട് നന്ദി പറയാൻ വേണ്ടി വരും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഗ്രാജുവേഷനാണ്. എനിക്ക് ഒരിക്കലും അർഹിക്കാത്തൊരു വലിയൊരു സ്ഥാനമാണ് മാതാവ് തന്നത്. അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും